ഹലോ വെൽക്കം ടു ലൈഫ് കോച്ച് വിത്ത് ലവ് ബൈ ലിറ്റി ലോകനാഥ്. ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടിങ്ങനെ വീഡിയോ എടുക്കാം, നിങ്ങളോട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പുഴയോരത്തൊക്കെ പോയി എടുത്ത് ആ വൈബൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിലാണ്. ഞാൻ എൻ്റെ പുറകിലുള്ള ചിത്രമൊക്കെ മാറ്റി ഞാൻ തന്നെ വരച്ചാണ്. അതൊരു പരുന്ത്, കൃഷ്ണപ്പരുന്ത് എന്നൊക്കെ പറയാം. അത്ര പെർഫെക്ഷൻ ഒന്നും ഇല്ല എന്ന് എനിക്ക് തന്നെ അറിയാം. ഞാൻ പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന ആളുമല്ല, പെർഫെക്ഷനിലേക്ക് പ്രയാസമാണെന്ന് എനിക്കറിയാം. അപ്പോൾ വാട്ട് എവർ മൈ ആർട്ട് ഈസ്, ഐ ലൈക്ക് ഇറ്റ്. അതാണ് എൻ്റെ ഒരു തിയറി. ഡൂഡിൽസൊക്കെ അങ്ങനെയാണല്ലേ. പണ്ട് നമ്മൾ ക്ലാസ്സിൽ ബോറടിച്ചിരുന്ന സമയത്ത് ചില ടീച്ചർമാരുടെ അവേഴ്സൊക്കെ കുറച്ച് നല്ല ബോറിങ്ങാണ്, പക്ഷെ ഉറക്കം വരത്തില്ല. ചിലരൊക്കെ കണ്ണ് തുറന്നിരുന്നുറങ്ങും, ചിലരൊക്കെ പൊറോട്ട തിന്നുന്ന കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഉറക്കം വരാത്ത സമയത്ത് നമ്മളിങ്ങനെ പേന കൊണ്ട് ഇങ്ങനെ കുത്തി വരച്ചുകൊണ്ടിരിക്കുക. ആ കുത്തി വര ഇപ്പോൾ ഒരു ആർട്ടാണ്, ഡൂഡിൽ ആർട്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ദ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ലൈസ് ഇൻ ഡൂഡിൽ ആർട്ട്. അപ്പോൾ അങ്ങനെ കുറേ ചിത്രങ്ങളുടെ ഭാഗമായിട്ടാണ് അപ്പുറത്തത് ഈ വിരലിൻ്റെ നേരെ കാണുന്ന അത് വരച്ചത് വിത്ത് ജെൽ പെൻ. അപ്പോൾ അതൊക്കെ ഒരു ഹോൾട്ടിലിങ്ങനെ നിൽക്കുകയാണ്. ഇനി അതൊക്കെ ഒന്നെടുത്ത് പൊടി തട്ടി എടുക്കണം. വരയ്ക്കുമ്പോഴും എഴുതുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഞാൻ കാണുന്നത്. ഞാൻ ട്രെയിൻഡ് അല്ല, അതുകൊണ്ട് തന്നെ ചില ചെറിയ പോരായ്മകളുണ്ട്. ബട്ട് സ്റ്റിൽ ഐ ആം വെരി ഹാപ്പി. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനും അപ്പുറത്തും ഇപ്പുറത്തും നിന്നൊക്കെ ഒച്ചകളൊക്കെ കേൾക്കാം. അപ്പോൾ അതിനൊന്ന് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അബൌട്ട് നപ്ഷ്യൽ ലവിനെ കുറിച്ചാണ്. ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും സുഖകരമായ അവസ്ഥയാണ് പരസ്പരമുള്ള സ്നേഹം, ധാരണ, വിശ്വാസം, അതൊക്കെ. അപ്പോൾ നമ്മൾ എല്ലാ റിലീജിയനിലും പല ഓത്തുകളൊക്കെ എടുത്തിട്ടാണ് അതിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തെ വളരെ പരിപാവനമായിട്ട് വിചാരിച്ചിരുന്ന ഒരു ബന്ധം ഇപ്പം പല ടെക്നോളജി വളർന്നോട് കൂടിയിട്ട്, സൗകര്യങ്ങൾ വളർന്നോട് കൂടിയിട്ട്, എല്ലാം സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഉള്ളത്. ഒരാളിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ വേണ്ട എന്ന് വെക്കുന്ന രീതിയിലേക്ക് വരുന്ന ഡിവോഴ്സുകൾ. പിന്നെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലെ കൂടെയുള്ള സൗകര്യങ്ങൾ കൂടിയപ്പോൾ പലർക്കും പുതിയത് കാണാനും പുതിയത് കേൾക്കാനുമുള്ള ഒരു ത്വര വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് പോകുന്ന കുറച്ച് ആൾക്കാർ. എന്തായാലും നമ്മുടെ ശ്രീകുമാരൻ തമ്പി പാടിയതുപോലെ ദാമ്പത്യം ഒരു മഹാകാവ്യമാണ് എപ്പോഴാണ് നമ്മൾ ഉള്ള പരസ്പരം സ്നേഹവും വിശ്വാസവും ഒക്കെ വളരെ ദൃഢമായിട്ട് ഉടലെടുത്ത് കഴിയുമ്പം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെന്നാണ് ഒരു ചോദ്യം. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. പണ്ടത്തെ മൂപ്പിലാന്മാരൊക്കെ ആയിരുന്നു മനസ്സിൽ വെച്ചിട്ട് ചാരുകസേരയിൽ ഇങ്ങനെ മലന്നിരിക്കും. ഭാര്യ ഇങ്ങനെ അവിടെ ഡോറിൻ്റെ പുറകിൽ പോയി ചാരി നിൽക്കും. അതൊക്കെയാണ് പണ്ടത്തെ രീതികൾ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. പാർട്ട്നേഴ്സിന് ഈക്വലായിട്ടുള്ള പങ്കാളിത്തമാണ്. രണ്ടുപേരും ഒരേപോലെ കഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കിനും അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ പ്രകടിപ്പിക്കുന്ന രീതി എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മളെല്ലാം വ്യത്യസ്തരാണ്, യുണീക്കാണ് അല്ലേ. ഓരോരുത്തരും ഓരോ കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവൻ കാണുന്നത്, അവൻ കേൾക്കുന്നത്, അവൾക്ക് അനുഭവിച്ചത് എല്ലാത്തിൻ്റെ ആകെത്തുകയാണ്. അപ്പോൾ ഈ രണ്ട് വ്യക്തികളാണ് മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, ആത്മാവ് കൊണ്ടൊക്കെ ഒന്നാവാൻ പോകുന്നത് എന്ന്. അപ്പോൾ തികച്ചും അപരിചിതമായ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. അപ്പോൾ ഈ അപരിചിതത്വം പരിചയത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പ് വേണ്ടി വരും. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് പറയാനാണെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ വ്യത്യസ്തമായിരിക്കും, തീർച്ചയായിട്ടും വ്യത്യസ്തമായിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ അവർ അഭിനയിക്കുകയായിരിക്കും. ഇപ്പോൾ പ്രകൃതി തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു സ്പൈസ് എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് പോൾസ് അട്രാക്റ്റ് വൈൽ ലൈക്ക് പോൾസ് റിപ്പൽ അല്ലേ. മാഗ്നറ്റിൻ്റെ കാര്യം അങ്ങനെയാണ്. അതിൻ്റെ സൗത്ത് പോളും നോർത്ത് പോളുമേ അട്രാക്റ്റ് ചെയ്യത്തുള്ളൂ. രണ്ട് പോൾസ് ഒരേ പോൾസ് വന്നു കഴിഞ്ഞാൽ അത് റിപ്പൽ ചെയ്തു പോകും. അപ്പോൾ അതുപോലെ തന്നെയാണ് ദാമ്പത്യത്തിൻ്റെ കാര്യം. ആ ഒരു ഓപ്പോസിറ്റ് എന്നുള്ള വൈരുദ്ധ്യം അതിൻ്റെ ഒരു കളർ കൂട്ടും, അതിൻ്റെ ഒരു എനർജി കൂട്ടും, അതിൻ്റെ ഒരു വൈബ്രേഷൻ കൂട്ടും. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി. അപ്പോൾ ഭർത്താവിന് മസാല ദോശ വേണം. അന്ന് ഭർത്താവിൻ്റെ ഇഷ്ടമല്ല, എനിക്കും മസാല ദോശ മതിയെന്ന്, പൂരിയും ബാജിയാണ് മനസ്സിൽ. അപ്പോൾ എനിക്ക് മസാല ദോശ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറ്റേ ആളിൻ്റെ ഇഷ്ടവും നടന്നില്ല. ആ രണ്ട് മസാല ദോശ വെച്ചിട്ട് അവർക്ക് ബോറടിക്കും.
അതേസമയം ഭാര്യ പറയാണ് എനിക്ക് പൂരിയും ബാജിയും മതി. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അത് വാങ്ങിക്കുന്നു, പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കുന്നു. 2 പേർക്ക് 2 പേരെ അഡ്മിറ്റ് ചെയ്തു എന്നുള്ള ഒരു ലെവലിലേക്ക് സംഗതി എത്തുകയും ചെയ്യുന്നു. അതാണ് ആ വൈരുദ്ധ്യത്തിൻ്റെ ആ ഒരു തിളക്കം എന്ന് പറയുന്നത്. പിന്നീട് ഇത് എന്തിലേക്ക് മാറും എന്നറിയാമോ? ഈ ഭർത്താവ് പൂരി ബാജിയിലേക്ക് മാറും, ഭാര്യ മസാല ദോശയിലേക്ക് മാറും ഇൻ ദ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം. അവിടെയാണ് ദാമ്പത്യ ബന്ധത്തിൻ്റെ ആ ഒരു സുസ്ഥിരതയും ആ ഒരു ടേസ്റ്റുമൊക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ആയിത്തീരണമെങ്കിൽ നിങ്ങൾ തുറന്ന് എക്സ്പ്രസ് ചെയ്യുക. അതിപ്പം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എൻ്റെ ഇഷ്ടം ഇതാണെന്ന് ആദ്യമേ പറയുക. അത് മറച്ചു വെച്ചുകൊണ്ട് മറ്റേ ആളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ രസവും പോകും, നിങ്ങളുടെ ആ മനസ്സിലത് കിടക്കും. എന്നാലും എനിക്കന്നത് കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് എത്ര വർഷം കഴിഞ്ഞാലും പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ മനസ്സിൽ നിന്ന് മാറാനേ പോകുന്നില്ല. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ ഡിവോഴ്സുകളൊക്കെ നടക്കുന്ന ചെറിയ കാര്യത്തിനാണെന്നൊക്കെ പറയുന്നേക്കാം. പില്ലോ തന്നില്ല, അങ്ങനത്തെ ഒക്കെ റീസൺസിൽ. അപ്പം ഇപ്പോൾ നമ്മൾ പറയും എല്ലാം ടോക്സിക്കായി മാറി, പാർട്ട്ണർ ടോക്സിക്കാണ്, പേരൻസ് ടോക്സിക്കാണ്, മക്കൾ ടോക്സിക്കാണ്. ഇതെപ്പോഴാണ് ഈ ടോക്സിസിറ്റി വന്നതെന്നറിയാമോ? വി ആർ ഹാവിങ് മോർ ഓപ്ഷൻസ് ഈ ടോക്സിസിറ്റി വർദ്ധിച്ചു. പണ്ട് എന്തായിരുന്നു? പരസ്പരം അംഗീകരിക്കാനും പരസ്പരം ഉൾക്കൊള്ളാനും ഒക്കെ ഉള്ളൊരു മനസ്സുണ്ടായിരുന്നു. ഇപ്പോൾ പ്രായമായ അച്ഛനും അമ്മയും അവരുടെ വാശികളും ചെറിയ ചെറിയ ശാഠ്യങ്ങളും ഒക്കെ മനസ്സിലാക്കി പോകുന്ന കുട്ടികളായിരുന്നു. അല്ലെങ്കിൽ നേരെ തിരിച്ച് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കേസിൽ അങ്ങനെ തന്നെ. ഇപ്പം എന്താണ്? വാതായനങ്ങൾ ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ്. വീട്ടിൽ ഭാര്യ എക്സ്പ്രസീവ് അല്ലെങ്കിൽ എക്സ്പ്രസീവ് ആയിട്ടുള്ള ആളിനെ ഇഷ്ടപ്പെടുന്ന ഭർത്താവ് നോർമലി മനുഷ്യ സഹജമാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്, വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പാർട്ട്ണറിൻ്റെ എണ്ണം കൂട്ടുന്നതിലല്ല, ഒരാളിൽ തന്നെ മില്യൺസ് ഓഫ് വെറൈറ്റീസ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അതാണ് അതിൻ്റെ കാര്യം. ആ ഒരു ബന്ധം നിങ്ങൾക്ക്, ഇഫ് യു ആർ ലോങ്ങിങ് ഫോർ വൺ പാർട്ട്ണർ ടിൽ ദ എൻഡ് വരെ ഉദ്ദേശിച്ചുള്ളവരാണ് നിങ്ങളെങ്കിൽ മാത്രമേ ഇത് കേൾക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ മില്യൺസ് ഓഫ് വെറൈറ്റീസ്, മില്യൺസ് ഓഫ് രീതിയിൽ നിങ്ങൾക്ക് ഒരാളിനെ സ്നേഹിക്കാം, ഒരാളിനെ കരുതാം. അതിന് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സ് ഈ പഴഞ്ചനാക്ക മനോഭാവത്തിൽ നിന്ന് മാറ്റിയെടുക്കുക. ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് പോയപ്പോഴത്തേക്ക് ഞങ്ങൾ സംസാരത്തിൻ്റെ ഇടയിൽ നിന്ന് വേറൊരാൾ എന്നോട് ചോദിച്ചു, ഭർത്താവിനെ എടോ എന്നൊക്കെയാണോ വിളിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്താണെന്നറിയാം, ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് വിളിച്ചുകൊണ്ടിരുന്ന സംഗതിയാണ്. അത് നമ്മുടെ ഒരു കസ്റ്റം അനുസരിച്ച് വിളിക്കണം എന്നുള്ള രീതിയിൽ. പിന്നീട് ഒരു 5-6 വർഷം 7-8 വർഷം കഴിഞ്ഞപ്പോൾ തോന്നി അതൊരു മൊണോട്ടോണസ് ആയിട്ടുള്ള വിളിയല്ലേ, അതൊന്ന് മാറ്റിപ്പിടിച്ചാലോ. അപ്പോൾ ഐ ഹാവ് സ്വിച്ച് ടു ദിസ് ടൈപ്പ് ഓഫ് മോർ അഫെക്ഷനേറ്റ് അഡ്രസ്സിങ്ങിലേക്ക് പറയാം. അത് കൂടുതൽ ഞങ്ങളെ ക്ലോസ് ആക്കിച്ചു. അല്ലെങ്കിൽ തിരിച്ച് ഒരു നിക് നെയിം ഇടുക. അതിപ്പോൾ എന്ത് വേണേലും ആകാം, ആരുടെ മുന്നിൽ വേണമെങ്കിലും വെച്ച് വിളിക്കാനുള്ള ധൈര്യവും നിങ്ങൾക്ക് വേണം കേട്ടോ. ഇതൊക്കെ ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അല്ലാതെ മറ്റുള്ളവരെന്ത് വിചാരിക്കും, അമ്മായിയമ്മ എന്ത് വിചാരിക്കും, അമ്മായിയപ്പൻ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞാൽ തീർന്നു. നമുക്ക് ജീവിതം ആസ്വദിക്കാനേ പറ്റില്ല. അവർക്കെന്താണ് നമ്മുടെ ജീവിതത്തിൽ റോൾ, അവരുടെ പാർട്ട് അവർ ജീവിച്ചു പോയിക്കോട്ടെ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ്, ആ വെറൈറ്റി കൊണ്ടുവരിക. ഇന്നത്തേതായിരിക്കില്ല നാളെ വേണ്ടത്. അതായത് ഇപ്പോൾ ഇന്ന് ഒരു ചായ കുടിച്ചപ്പോൾ ഭർത്താവ് പറയാണ്, നല്ല ചായയാണല്ലോ എന്ന്. അപ്പോൾ ഭാര്യയ്ക്കത് കേട്ടു സന്തോഷമായി, അന്നത്തെ ദിവസം ഫ്രൂട്ട്ഫുള്ളായി. പിറ്റേ ദിവസവും അതേ ലാംഗ്വേജിൽ തന്നെ പറയാണ്, നല്ല ചായയാണല്ലോ. അത് കേൾക്കുന്ന ഭാര്യയ്ക്ക് ബോറടിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? യു ഹാവ് ടു ചേഞ്ച് ദ സ്ട്രാറ്റജി. ആ ടാക്ടിക്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. ലെറ്റ് ഹർ സിറ്റ് ഡൗൺ beside you and let her taste the tea with you. അപ്പോൾ ചായ നിങ്ങളുടെ കൂടെ ആസ്വദിച്ചൊന്ന് കുടിക്കുക, ഒരു പകുതി കൊടുക്കുക. ജീവിതത്തിൽ ഒരിക്കലും അവൾ അത് മറക്കത്തുമില്ല. പിന്നീട് നിങ്ങൾ അവളോട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ദാറ്റ് തിങ് വാസ് ദെയർ ഇൻ ദ മൈൻഡ് ഓർ വിൽ ബി ദെയർ ഇൻ ദ മൈൻഡ് ഫോർ എവർ. ആ ആക്റ്റാണ്. അപ്പോൾ പെണ്ണുങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ആക്ഷനാണ്. ആ ആക്ഷൻ വരുമ്പോൾ അത് ഫോർ എവർ ഇറ്റ് വിൽ ബി ദെയർ ഇൻ ദ മൈൻഡ് ഓഫ് ദ ഫീമെയിൽ. അതാണ് ഒരു സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ സ്പൈസ് ആഡ് ചെയ്യുക. ആ കാർഡമത്തിൻ്റെയും ക്ലോവിൻ്റെയും മസാല എല്ലാം വരുമ്പോഴത്തേക്കും നമുക്ക് ഇടയ്ക്ക് മസാല ചായ കുടിക്കാൻ ഇഷ്ടമാണ് അല്ലേ. എന്നിട്ട് നമ്മൾ നോർമൽ കുടിച്ച് കഴിയുമ്പോൾ ഇടയ്ക്കൊരു മസാല ടീ കിട്ടുമ്പോഴത്തേക്കിനും ഹായ്
നമ്മളൊരു കൂടുതൽ എനർജൈസ്ഡ് ആകുന്നു. അപ്പോൾ ഇതുപോലെ നമ്മുടെ നപ്ഷൽ ലവിൽ വെറൈറ്റീസ് കൊണ്ടുവരിക, സോ ദാറ്റ് യു ക്യാൻ ഹാവ് എ ന്യൂ പേഴ്സൺ എവറി ഡേ. എല്ലാ ദിവസമൊന്നും പറ്റിയെന്ന് വരത്തില്ല, നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ് പല ക്രൈസിസും അതിൻ്റെ ഇടയിൽ വരും. പക്ഷെ പറ്റുന്നിടത്തോളം സമയം ഈ ഒരു കാര്യം ചെയ്ത് നോക്കും. നേരെ തിരിച്ചും കേട്ടോ, ഞാൻ ഇപ്പോൾ പറയുമ്പോൾ ഞാൻ എപ്പോഴും സ്ത്രീകളുടെ പക്ഷം എന്ന് പറയും. പക്ഷേ ദ സെയിം ഇറ്റ് ഈസ് എക്സ്പെക്റ്റിംഗ് ഫ്രം ദ അതർ സൈഡ്. അതർ സൈഡിന് പക്ഷേ അത്രത്തോളം എക്സ്പെക്റ്റേഷൻസ് ഇല്ല. കാരണം അവരങ്ങനെ തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ഇഷ്ടങ്ങൾ വേറെയാണ്. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളിലാണ് സ്ത്രീകൾ സന്തോഷം കണ്ടെത്തുന്നത്. അപ്പോൾ അവർക്ക് ഈ വെറൈറ്റി, അവർക്ക് ഈ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ ബി ദെയർ ഫോർ എവർ വിത്ത് യു. അപ്പോൾ അങ്ങനെ നിങ്ങൾ നപ്ഷൽ ലവിൻ്റെ ഒരു ടേസ്റ്റും ഒരു ഫ്ലേവറും ഒരു ഫ്രാഗ്രൻസും ഒക്കെ ആസ്വദിച്ചിങ്ങനെ പോകുമ്പോൾ നമുക്ക് ജീവിതം ഒരിക്കലും ഒരു ബേർഡനായി തോന്നില്ല. ജീവിതം ഒരിക്കലും നമുക്കൊരു മുഷിപ്പ് കൊണ്ടു തരില്ല. എന്നും പുതിയതായിട്ട്, എന്നും കുറേ കൂടെ നല്ല സ്നേഹത്തോടെ, അറ്റാച്ച്മെൻറ്റോടെ ആ ബന്ധം വളരെ ഫേമായിട്ട് നിലനിർത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ കൊച്ചു കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക. അപ്പോൾ ലൈഫ് കോച്ച് വിത്ത് ലവ് ലിറ്റി ലോഗ് എന്നാണെന്നുള്ളത് ഒരു മൈൻഡ് ട്രെയിനിങ് എന്ന് പറയില്ല, മൈൻഡിനെ ഒന്നുകൂടെ ഒന്ന് ഉണർത്താൻ. എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളൊന്ന് സ്റ്റക്കായി നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കേട്ടത് പിടിച്ചൊരു പിടിവള്ളിയായിട്ട് കയറാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന സമയത്ത് എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ധാരാളം പേരുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതിൽ ഐ ഫീൽ സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. അപ്പോൾ അങ്ങനെ ഉള്ളവർ എന്ത് ചെയ്യുക, ഇതെല്ലാം ചെയ്യുക. സോ ഫോർ ടുഡേ, ദിസ് ലിറ്റിൽ ലോകനാഥ് താങ്കിങ് യു. താങ്ക് യു സോ മച്ച്.